അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എങ്ങനെ പ്രതികരിക്കുന്നു? ഇപ്പോൾ കേരളം രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ നോക്കൂ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിനുള്ള സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ എയർലിഫ്റ്റിംഗ് പോലുള്ള രക്ഷാപ്രവർത്തനം, അതായത് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദൗത്യമാണ്, അത് സേന നടത്തിയ ദൗത്യമാണ്, അതിന് പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയല്ലേ? അതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിൽ ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന പ്രചരണത്തിനടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് അങ്ങയോട് യാതൊരു പരിഭവമില്ല. പക്ഷേ അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, പൊതു ചർച്ചയുടെ ഭാഗമാക്കേണ്ടത് തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടുള്ള നടപടികളെ സംബന്ധിക്കുന്ന അങ്ങയുടെ ചോദ്യം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ രാജ്യത്തെ ആണെങ്കിലും സംസ്ഥാനത്തെ ആണെങ്കിലും ബജറ്റുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വകുപ്പിനനുസരിച്ച് ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ്. അത് സംസ്ഥാന ബജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ബജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാത് വകുപ്പുകൾക്ക് കൊടുക്കുന്ന പണം മറ്റൊരു വകുപ്പിന് ചിലവാകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വകുപ്പുകൾ തിരിച്ചു പിടിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഓരോ വകുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KSEB ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും പോലീസ് ആണെങ്കിലും PWD ആണെങ്കിലും KSRTC ആണെങ്കിലും അവരെല്ലാം പല ഘട്ടങ്ങളിലായി സർക്കാരിൽ നിന്ന് പല വകുപ്പുകളിൽ നിന്നായി അവർക്ക് ഉണ്ടാകുന്ന ബില്ലുകൾ ഈടാക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് KSRTCക്ക് പെട്രോൾ കൊടുക്കുന്നില്ല പെട്രോൾ പമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. എന്താ കാരണം? അത് പണമടക്കാൻ ആ വകുപ്പ് KSRTC പണമടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. KSEBയുടെ ബില്ലടക്കാത്തതുകൊണ്ട് ചില സർക്കാർ ഓഫീസുകളുടെ ഫീസ് ഉയരുന്നു എന്നുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അതുണ്ടാകുന്നത്? ആ വകുപ്പുകൾ ബില്ലടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള കേസിൽ ഒരു അഫിഡവിറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അഫിഡവിറ്റ് കഴിഞ്ഞ ദിവസം കേസ് വന്ന സമയത്ത് അവർ ഹാജരാക്കിയിട്ടുണ്ട്. അത് 11/12 ഹാജരാക്കിയ അഫിഡവിറ്റിൻ്റെ 2ാമത്തെ പേജിൽ ഒരു ഹെഡിങ് ഉണ്ട്. ഞാനതൊന്ന് സ്മൃതിയെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 2ാമത്തെ പേജിലെ അവസാനത്തെ ഹെഡിങ്, മേജർ ജനറൽ എക്സ്പെൻസസ് ഫോർ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയ, SDRF ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണമാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 2ാമത്തെ കോളത്തിൽ 4ാമത്തെ D എന്ന് പറഞ്ഞ് പറയുന്നത്, KSEB ആസ് പെർ SDRF നോംസ് 9 കോടി രൂപയാണ് KSEBക്ക് SDRFിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ നിന്നാണോ അതോ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നാണോ ഈ പണം കൊടുത്തിട്ടുള്ളത്? അല്ലല്ലോ, SDRFിൻ്റെ ഫണ്ടിൽ നിന്ന് KSEBക്ക് വയനാട് ദുരന്തവുമായി ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെയും അവർ നടത്തിയിട്ടുള്ള സേവനത്തിൻ്റെയും ഭാഗമായി കൊടുത്തിട്ടുള്ള പണമാണ് ഈ പറയുന്ന 9 കോടി രൂപ. അത് 2ാമത്തെ പേജിൽ. ഇനി അതിൻ്റെ തൊട്ടടുത്ത പേജ് 7ാമത്തെ പേജ് മുതൽ 12ാമത്തെ പേജ് വരെയുള്ളത് 5 ഗവൺമെൻറ് ഉത്തരവുകളാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുള്ള പണത്തെ സംബന്ധിച്ച് 5 കോടിയുണ്ട്, 6 കോടിയുണ്ട്, 4 കോടിയുണ്ട്. ഇതെല്ലാം വിവിധ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതേ അഫിഡവിറ്റിൻ്റെ തന്നെ, അതായത് 11/12 സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൻ്റെ 42ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് ഡിഫൻസ് മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് 132.61 കോടി രൂപയുടെ ബില്ല് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു അനക്ഷർ ഹാജരാക്കിയിട്ടുണ്ട്. അതെന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. 2 കാര്യങ്ങൾ മാത്രം. അതിൽ പറയുന്നത് 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങുകളിലായിട്ടാണ് അതിൻ്റെ പണത്തെ ആവശ്യപ്പെട്ടതായി കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ 2019 പ്രളയത്തെക്കുറിച്ച് മാത്രമല്ല, ഞാനത് മുഴുവനായി പറയാൻ. 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങിൽ 1 മുതൽ 5 വരെയുള്ള ഹെഡിങ്ങുകളിൽ 2006, ഇപ്പോഴല്ല കേട്ടോ, 2006 ഒരു ബില്ല് 4,58,000 രൂപ. ഇനി 2016 കഴിഞ്ഞാൽ അടുത്ത 2016 2016 4 ബില്ലുകളിലായി ഏതാണ്ട് 2 കോടി രൂപ. 2017 6 ബില്ലുകളിലായി ഏതാണ്ട് 9 കോടി രൂപ. 2018 അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രളയ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി 100 കോടി രൂപ 2018. അത് 12 മുതൽ 51 വരെയുള്ള ബില്ലുകൾ, ഏതാണ്ട് 39-40 ബില്ലുകളാണ് അതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളത്. 2019 അതുപോലെ തന്നെ 5 ബില്ലുകളുണ്ട്, 2.5 കോടി രൂപ. 2021 ഇതുപോലെ തന്നെ 4 ബില്ലുകളുണ്ട്, അത് 3 കോടി രൂപ. 2024 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ളത് 59 മുതൽ 64 വരെ പറയുന്ന 6 ബില്ലുകളാണ്. 6 ബില്ലുകളിലായി 13
13.5 കോടി രൂപ. ഇങ്ങനെയാണ് അതിൻ്റെ അനക്ഷൻ. 132 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2006 മുതൽ 2024 വരെ പെൻഡിങ് കിടക്കുന്ന ബില്ലുകളുടെ ടോട്ടൽ തുകയാണ്. സർക്കാർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൻ്റെ അടുത്ത സുഹൃത്ത് ശ്രീ ശിവദാസൻ MP അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണാജനകമായി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് ഏതെങ്കിലും ഫണ്ട് ചെലവുണ്ടോ എന്നുള്ളതാണല്ലോ ഇനി നോക്കേണ്ടത്. ഈ ഫണ്ട് സർക്കാർ കൊടുക്കേണ്ടതാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് സർക്കാർ കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന കാര്യമാണ്. സാധാരണ നിലക്ക് ഇങ്ങനെ വരുന്ന ഫണ്ടുകൾ എന്തുകൊണ്ടാണ് 2006 മുതൽ ബില്ല് കൊടുക്കാതെ പെൻഡിങ് കിടക്കുന്നത്? അത് പലപ്പോഴായിട്ടുള്ള ബില്ല് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി സർക്കാർ കണക്കുകളുടെ ഭാഗമായി പോകുന്നതാണ്. അതിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റിൽ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് 16/11/2024 153 കോടി രൂപ അപ്രൂവലായിട്ടുണ്ട് NDRF എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 50% SDRFൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തീർന്നാൽ ഈ 153 കോടി രൂപ ഉപയോഗിക്കാം. എങ്ങനെ? അത് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാകും, കൊടുക്കാനുള്ള പണത്തെ സംബന്ധിക്കുന്ന കണക്കുകൾ തട്ടിക്കഴിക്കുക എന്നുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത പേജിൽ 5ാമത്തെ പേജിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നൊരു കാര്യം, ഫർദർ അസിസ്റ്റൻസ് അപ്രൂവ്ഡ് ബൈ NDRF സെൻട്രൽ ഗവൺമെൻറ്. എന്താണ്? എയർ ബിൽ ഫോർ എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് റെസ്ക്യൂ ആസ് പെർ ആക്ച്വൽ ബേസ്ഡ് ഓൺ ദ ബിൽസ് റൈസ്ഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് IAF എന്ന് എഴുതിയിരിക്കുക. ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്ന എന്താണ്? തെറ്റിദ്ധാരണാജനകമായി ബില്ല് കാണിച്ചുകൊണ്ട് 132 കോടി രൂപ വയനാട് ഡിസാസ്റ്ററിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് വയനാട് പോകട്ടെ, ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ഇത്രയും കണക്ക് പറഞ്ഞുകൊണ്ടാണ് 2006 മുതലുള്ള കണക്കാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്, താങ്കൾ അത് വിശദമായി തന്നെ വായിച്ചു. ഇതിപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മാത്രം 132 കോടി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലാന്നേ. രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിന് കേന്ദ്രത്തിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് പോയിന്റ്. അല്ല, ഞാനൊരൊറ്റ കാര്യം സ്മൃതിയോട് തിരിച്ചു ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ശിവദാസൻ MP ആണെങ്കിലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക ഇന്ത്യൻ എയർഫോഴ്സിനോ ആർമിക്കോ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബില്ലൊന്ന് പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബില്ല് പേ ചെയ്തതിൻ്റെ തീയതി ഒന്ന് പറയട്ടെ. ഇനി 2ാമത്തെ കാര്യം, ഈ ഫണ്ടുകളെല്ലാം NDRFും SDRFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പൂർത്തിയാക്കാൻ, SDRFുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. SDRFന് 12ലധികം ഹെഡുകളുണ്ടെന്നേ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ആ 12ലധികം ഹെഡുകളിലായിട്ട് പണം ചെലവഴിക്കുന്നത് സംസ്ഥാനത്തിന് കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ദുരന്തമുണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ ഹെഡുകളിൽ പണം ചെലവഴിക്കണം, അത് ആർക്കൊക്കെ കൊടുക്കണം, അത് സംസ്ഥാന വകുപ്പുകളുണ്ട്. 40 കോടി രൂപയാണ് ഡെബ്രിസ് നീക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആർക്കാണ് ഇത് കൊടുക്കുക? സ്വകാര്യ വാഹനങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പണമാണ് അവിടുത്തെ ഡെബ്രിസ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ സമയത്ത് സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള കലാമിറ്റീസിൽ ആകെ ചെലവാക്കുന്ന പണം മുഴുവൻ ചെലവഴിക്കുന്ന SDRFിൽ നിന്നാണ്. സംസ്ഥാന ഖജനാവ് ഏതെങ്കിലും ഒരു പണം ഇതിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ടോ? KSEBിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? പോലീസിന് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? വാട്ടർ അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.